KPCC ആസ്ഥാനത്തിന് മുന്നിൽ KC വേണുഗോപാലിനായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. കുഞ്ഞുഞ്ഞിന് ശേഷം KC വരട്ടെ എന്നാണ് ഫ്ലക്സിലുള്ളത്. കേരളത്തിന് വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് ഫ്ലെക്സിലുള്ളത്. വിവരങ്ങളുമായി ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ജിബിൻ, ഈ ഉമ്മൻചാണ്ടി ഇപ്പോഴും ഒരു വികാരമായി കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ നിൽക്കുന്നു. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസിൽ ഇല്ല എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്, അത്രയ്ക്ക് സ്നേഹമുള്ളവരുണ്ട്. അതുപോലെ തന്നെ അപ്പ നമ്മൾ ജയിച്ചു എന്ന ചാണ്ടി ഉമ്മന്റെ പോസ്റ്റ് നമ്മൾ കണ്ടു. ഇനി ആ കുഞ്ഞുഞ്ഞിന് ശേഷം KC വരട്ടെ എന്ന മട്ടിൽ ഒരു ഫ്ലെക്സ് വരുന്നു. അതന്നെയാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഉമ്മൻചാണ്ടി എന്നൊരു വികാരം തന്നെയാണ്. നമുക്ക് ഈ നിൽക്കുന്നത് KPCC ആസ്ഥാനത്താണ്. ഇവിടെ നമുക്ക് കാണാം രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് ബോർഡ് ഉണ്ട്. അതിന് തൊട്ട് വശത്തായി ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡാണ്. അതിൽ എഴുതിയിരിക്കുന്നത്, ഈ കല്ലറയിൽ എഴുതിയിരിക്കുന്ന അതേ വാക്യങ്ങളാണ്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്നാണ്. പക്ഷേ ഈ KPCC ആസ്ഥാനത്തിന്റെ നേരെ എതിർവശത്താണ് ഇപ്പോൾ KCക്ക് വേണ്ടി ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങിന് ശേഷം KC വരട്ടെ എന്നാണ് ആ ഫ്ലെക്സ് ബോർഡിലുള്ളത്. കേരളത്തിന് വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി എന്ന് കൂടി അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ആ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് നേരത്തെ ഈ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞ ഉടൻ തന്നെ ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് K. സുധാകരന്റെ നേതൃത്വത്തിലാണ്. അന്ന് K. സുധാകരന്റെ FB പോസ്റ്റിൽ പറഞ്ഞിരുന്ന കാര്യം അതേ കാര്യങ്ങളാണ് ഈ ഫ്ലെക്സ് ബോർഡിലുമുള്ളത്. അതായത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയ നേതാവാണ് KC വേണുഗോപാൽ. അങ്ങനെയുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും വോട്ടെണ്ണലിന് ശേഷം ആദ്യമായാണ് ഒരു ഫ്ലെക്സ് ബോർഡ് KCക്കായി ഉയർന്നിരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ. അത് KPCCയുടെ എതിർവശത്താണ് എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ശരി, എന്തായാലും KPCC ആസ്ഥാനത്തിന് മുൻപിൽ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഉയരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റു ചില ഫ്ലെക്സുകളൊക്കെ വാർത്തയായിരുന്നു. എന്തായാലും കേരളത്തെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്, അതിനുവേണ്ടി ഗൃഹപാഠം ചെയ്തത്, അതൊക്കെ കണക്കിലെടുക്കുമല്ലോ എന്ന് പ്രതീക്ഷിക്കാം മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.